നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി കേരള മഹിളാ സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തതിന്റെ ജില്ലാതല പ്രഖ്യാപനം നടത്തി. ഗുരുദേവ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം മിതമായ രീതിയിൽ ആഘോഷിച്ചു. വയനാടിന് കൈത്താങ്ങായി ഗുരുദേവ പബ്ലിക് സ്കൂൾ സമാഹരിച്ച 1 ലക്ഷം രൂപ കളക്ടർക്ക് കൈമാറി. ചാലക്കുടിയിൽ ജനശക്തി വിധവാ സംഘം ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. കൊടകര ICDS പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. പീച്ചി ഡാം തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാക്കിയതിനെക്കുറിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രതികരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വിശദമായ വാർത്തയിലേക്ക്. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി കേരള മഹിളാ സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ നിർവഹിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന ലാഭത്തിന്റെ മുഴുവൻ വിഹിതവും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ കേരള മഹിളാ സംഘം വിവിധ തരം ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി മേള സംഘടിപ്പിച്ചത്. 1500ഓളം ബിരിയാണിയാണ് ചലഞ്ചിൽ വിൽക്കപ്പെട്ടത്. മണ്ഡലം പ്രസിഡന്റ് രമ ബാഹുലേയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അനിത രാധാകൃഷ്ണൻ, സജന പാർവിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR റോസിലി, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പരമേശ്വരൻ, മണ്ഡലം സെക്രട്ടറി ബിജി സദാനന്ദൻ, മുനിസിപ്പൽ കൌൺസിലർ ബിന്ദു ശശികുമാർ, ബീന ഡേവിസ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MV ഗംഗാധരൻ, ജില്ലാ കമ്മിറ്റി അംഗം PM വിജയൻ, CPI ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കളിക്കാടൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തതിന്റെ ജില്ലാതല പ്രഖ്യാപനം നടത്തി. പുലക്കാട്ടുകര ഏദൻ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് ബോണസും ഓണക്കോടിയും നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിന് നെന്മണിക്കര ഫാമിലി ഹെൽത്ത് സെന്ററിലെ GHI അരുണിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ് നിർവഹിച്ചു. ആദ്യമായി സർവേ പൂർത്തീകരിച്ചവർക്കും ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ വാർഡിനുള്ള ആദരവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ബ്ലോക്ക് മെമ്പർ പോൾസൺ തെക്കുപീടിക എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത നന്ദിയും പറഞ്ഞു. ഗുരുദേവ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം മിതമായ രീതിയിൽ ആഘോഷിച്ചു. വയനാടിന് കൈത്താങ്ങായി ഗുരുദേവ പബ്ലിക് സ്കൂൾ സമാഹരിച്ച 1 ലക്ഷം രൂപ കളക്ടർക്ക് കൈമാറി. രാവിലെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ സ്മിത പേടി, മാനേജർ MI സുരേഷിന് ചെക്ക് കൈമാറി. വൈസ് പ്രിൻസിപ്പാൾ ദിവ്യ M, വിദ്യാർത്ഥി പ്രതിനിധികളായ നിരഞ്ജൻ KR, കൃഷ്ണപ്രിയ രാമചന്ദ്രൻ എന്നിവരോടൊപ്പം മാനേജർ MI സുരേഷ് രൂപ കളക്ടർക്ക് നൽകി. സ്കൂൾ രക്ഷാധികാരി KP ലാൽ കൃഷ്ണയുടെ അധ്യക്ഷതയിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സ്മിത PD സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ MI സുരേഷ് കുട്ടികൾക്ക് ഓണ സന്ദേശം നൽകി. വരാക്കര ക്ഷേത്രയോഗം സെക്രട്ടറി MV സുരേഷ്, സെക്രട്ടറി AM സുകുമാരൻ, SWC പ്രസിഡന്റ് PV ഷിജു, വൈസ് പ്രസിഡന്റ് TM മിഷാജ്, മാതൃസമിതി പ്രസിഡന്റ് രമ്യ പ്രഭ എന്നിവർ ഓണാശംസകൾ നേർന്നു. ഹെഡ് മിസ്ട്രസ് സുജാത OU നന്ദി പറഞ്ഞു. മാനേജ്മെന്റ് മെമ്പേഴ്സ്, വരാക്കര ക്ഷേത്രയോഗം മെമ്പേഴ്സ് എന്നിവരും വേദിയിൽ സന്നിഹിതരായിരുന്നു.
അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, SWC മെമ്പേഴ്സ്, മാതൃസമിതി മെമ്പേഴ്സ് എന്നിവരും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവരുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. വടംവലി മത്സരത്തോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് തിരശ്ശീല താഴ്ത്തി. ചാലക്കുടിയിൽ ജനശക്തി വിധവാ സംഘം ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ജനശക്തി വിധവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി മെർച്ചന്റ് ജൂബിലി ഹാളിൽ വെച്ച് സൗജന്യ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. ഓണക്കിറ്റിന്റെ തൃശൂർ ജില്ലാതല വിതരണ ഉദ്ഘാടനവും ജനശക്തി ID കാർഡ് വിതരണവും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. വിധവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് TS മായയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഓണപ്പുടവ വിതരണം ചെയ്തു. ചാലക്കുടി നഗരസഭാ കൌൺസിലർമാരായ നീത പോൾ, MM അനിൽകുമാർ, മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ജനശക്തി വിധവാ സംഘം ജില്ലാ കോർഡിനേറ്റർ KK ബാലൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ജോൺ വർഗീസ്, ആലിസ് ചാലക്കുടി, ദേവയാനി, ആനീസ് എന്നിവർ സംസാരിച്ചു. അടുത്ത ദിവസം കാലടി മേഖലയിൽ കിറ്റ് വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ICDS പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. പോഷക മാസാചരണത്തിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അളഗപ്പ നഗർ, തൃക്കൂർ, നെന്മണിക്കര, പുതുക്കാട് പഞ്ചായത്തുകളിലെ അങ്കണവാടി പ്രവർത്തകർ ചേർന്ന് അമൃതം പൊടി, പച്ചക്കറികൾ, ചെറുധാന്യങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള പോഷകാഹാരങ്ങളുടെ പ്രദർശനമാണ് നടത്തിയത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, BDO നിഖിൽ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ മേളയിൽ പങ്കെടുത്തു. ഒരുപാട് വ്യത്യാസമുണ്ട് ഈ പ്രാവശ്യം. ഹോർലിക്സ് ഇട്ടാലേ ഹോർലിക്സ് ഇട്ടാ പീച്ചി ഡാം തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാക്കിയതിനെക്കുറിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പ്രതികരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ പ്രളയബാധിതമായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സർക്കാർ ഏറ്റെടുത്ത് വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. വീട്, കൃഷി, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ജീവനോപാധികൾ തുടങ്ങി എല്ലാ നഷ്ടവും വ്യാപാരി സമൂഹത്തിന്റെ നഷ്ടവും പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മണലിപ്പുഴ നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആമ്പല്ലൂർ സെന്ററിൽ അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ നേതാക്കളായ KL ജോസ് മാസ്റ്റർ, പോൾസൺ തെക്കുംപീടിക, അനിൽ കുനിയത്ത്, ആന്റണി കുറ്റൂക്കാരൻ, ജിമ്മി മഞ്ഞളി, ഔസേബ് വൈകാടൻ, സന്ദീപ് കണിയത്ത്, പ്രിൻസൺ തയ്യാലക്കൽ, KS കൃഷ്ണൻകുട്ടി, K രാധാകൃഷ്ണൻ, അശോകൻ ഐത്താടൻ, പ്രബനൻ ചുണ്ടലപ്പറമ്പിൽ, ടൈറ്റസ് CG, ഹരൺ ബേബി, റെജി ജോർജ്, നിഷ തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്ക് ചെരിഞ്ഞ് അപകടം. വ്യാഴാഴ്ച പുലർച്ചെ 2:45 സംസ്ഥാന പാതയിലെ വളവിലായിരുന്നു സംഭവം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 30ഓളം യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് നിയന്ത്രണം വിടാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാലക്കുടി നഗരസഭാ കൌൺസിൽ തെരുവുനായ് വിഷയത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്. തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തൃശൂർ കോർപ്പറേഷനിലെ പദ്ധതിയുമായി സഹകരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ കൌൺസിൽ ചർച്ച ചെയ്തു.
തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ ചാലക്കുടി നഗരസഭാ കൌൺസിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും തൃശൂർ ജില്ലയിൽ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചാലക്കുടി നഗരസഭയെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ പറഞ്ഞു. നിലവിൽ തൃശൂർ ജില്ലയിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാർ സംവിധാനത്തിലും തെരുവ് നായ്ക്കൾക്കുള്ള ഷെൽട്ടർ സംവിധാനം ഇല്ല എന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിലവിലുണ്ടായിരുന്ന തൃശൂർ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലെയും വന്ധ്യംകരണ നടപടികൾ നിർത്തിവച്ചിട്ടുള്ളതാണെന്നും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചാലക്കുടി നഗരസഭയിലെ വെറ്റിനറി ഹോസ്പിറ്റലിലും ABC പ്രോഗ്രാമും നിർത്തിവച്ചതെന്നും കൌൺസിലിൽ പറഞ്ഞു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ജനകീയ മത്സ്യകൃഷി 2024-25 വിശാല കാർപ്പ് മത്സ്യ കൃഷി പദ്ധതിയുടെ ഭാഗമായി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി. കട്ല, രോഹു, മൃഗാൽ എന്നീ വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് വിതരണം ചെയ്തത്. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി മത്സ്യഭവൻ പ്രൊജക്ട് കോർഡിനേറ്റർ റെന്റീന വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ജോർജ്, മുൻ പ്രസിഡന്റ് റിജു മാവേലി, അസിസ്റ്റന്റ് എഞ്ചിനീയർ നൈനാഥ് എന്നിവരും മത്സ്യ ഗുണഭോക്താക്കളും പങ്കെടുത്തു. കല്ലൂർ അയ്യംകോടിൽ പശു വട്ടം ചാടിയതിനെ തുടർന്ന് രോഗിയുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. മുട്ടിത്തടി കയ്യാലപ്പടി താഴേക്കാട്ടിൽ സുധാകരന്റെ ഓട്ടോയാണ് മറിഞ്ഞത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. സുധാകരന്റെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. ഇയാളുടെ ഭാര്യയും ഓട്ടോയിലുണ്ടായിരുന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംഭവത്തിൽ ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഉടമ പശുവിനെ അശ്രദ്ധമായാണ് റോഡരികിൽ കെട്ടിയിരുന്നതെന്ന് കാണിച്ച് സുധാകരൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലിംഫിഡിമ രോഗികൾക്കായുള്ള ഈ ഓണം ഞങ്ങളോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഏത് സാഹചര്യത്തിലും പാലിയേറ്റീവ് രോഗികൾക്ക് മുൻതൂക്കം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് കൂടെയുണ്ടാകുമെന്നാണ് ഈ പരിപാടിയുടെ സന്ദേശം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, ഷീല ജോർജ്, ടെസി വിൽസൺ, KM ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ടൗൺ ചുറ്റി പ്രകടനത്തിന് ശേഷം സൌത്ത് ജംഗ്ഷനിൽ ചേർന്ന പ്രതിഷേധ യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, മുനിസിപ്പൽ ചെയർമാൻ AB ജോർജ്, DCC സെക്രട്ടറി K ജെയിംസ് പോൾ, KPCC മെമ്പർ ഷോൺ പല്ലിശ്ശേരി, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, UDF കൺവീനർ OS ചന്ദ്രൻ, കോൺഗ്രസ് ഭാരവാഹികളായ ഷിബു വാലപ്പൻ, തോമസ് മാളിയേക്കൽ, ശ്രീകുമാർ ചാലക്കുടി, ഷിഫ സന്തോഷ്, ഇന്ദിര ബാബു, MP ഭാസ്കരൻ, KK അനിലാൽ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലുടനീളം പ്രതിഷേധ സമരങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേരളത്തിലെ ജനത കേട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊലയാളികളും കള്ളക്കടത്തുകാരും മിൽമ ഷോപ്പി മിൽമ പാർലർ വായ്പാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA കോടാലിയിൽ നിർവഹിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരം, CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 53,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി കേരള മഹിളാ സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തതിന്റെ ജില്ലാതല പ്രഖ്യാപനം നടത്തി. ഗുരുദേവ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം മിതമായ രീതിയിൽ ആഘോഷിച്ചു. വയനാടിന് കൈത്താങ്ങായി ഗുരുദേവ പബ്ലിക് സ്കൂൾ സമാഹരിച്ച 1 ലക്ഷം രൂപ കളക്ടർക്ക് കൈമാറി. ചാലക്കുടിയിൽ ജനശക്തി വിധവാ സംഘം ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. കൊടകര ICDS പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. പീച്ചി ഡാം തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാക്കിയതിനെക്കുറിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രതികരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാറ്ററ്റ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.